അങ്ങനെ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ പറക്കുന്നളിക്ക സെർവറിലാണ്. അപ്പോൾ കുറേ ദിവസമായി ഇവിടുന്ന് നമുക്കൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാ സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു സീരീസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്, ഒരു സർവൈവൽ സീരീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സെർവറിന് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കിടിലും ബേസും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സെർവറിൻ്റെ സ്പോണൊക്കെ വരുന്നത് ഈ ഒരു രീതിക്കാണ്. ഇവിടെ നമ്മുടെ ഈ എക്സ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടോപ്പ് കില്ല്, അതുപോലെ പ്ലേ ടൈം, ഡെത്ത്, പിന്നെ ഇവിടെ ബാലൻസ്, ടോപ്പ്, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് ഇവിടെ ഇപ്പോൾ ബാലൻസ് ടോപ്പ് ഇത്രയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കും ഇവിടെ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 0 ആണ് മണിയും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മളെ ഡിസ്കോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് RTP അടിച്ച് പോകാനുള്ള സ്ഥലമാണ്. അതുപോലെ ഇവിടെ നമ്മളെ പാർട്ട്ണറായ ഇൻഫിനിറ്റി ക്ലൗഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ, അവരുടെ ഡിസ്കോഡിൻ്റെ ലിങ്കൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ഐറ്റംസ് വിൽക്കാനും വാങ്ങാനൊക്കെ ഇവിടുന്നും പറ്റും. അതുപോലെ തന്നെ ഓപ്ഷൻ ഹൗസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം സെറ്റായ സെർവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സെർവറിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറക്കം തളികേൻ്റെ ഡിസ്കോഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞെങ്കിൽ നമ്മളിതവിടെ SMB എന്ന് പറയുന്ന സെക്ഷനിൽ SMB അപ്ഡേറ്റ്, അതിൻ്റെ താഴത്തായിട്ട് IPയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മളെ സെർവറിൻ്റെ IPയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് IP എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ ഈ പറക്കം തളിക എന്ന സാധനം ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ടോ, ഇവിടെ ഷോ ഓൾ ചാനൽസ്, അത് എന്തായാലും നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചാനൽ കാണുന്നില്ലെങ്കിൽ അതായിരിക്കും പ്രശ്നം. അതുപോലെ തന്നെ ഈ ഒരു സെർവറിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇവിടെ ആയിരിക്കും നമ്മളെ സെർവറിനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു സെർവറിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. താഴത്ത് എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ലിങ്ക്. അപ്പോൾ എന്തായാലും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും സെർവറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേയായി. ഞാൻ ഇപ്പോഴാണ് ഈ സെർവറിൽ മര്യാദയ്ക്ക് കയറിയിട്ട് കളിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം എവിടെ എന്നെ കൊണ്ട് സ്പോൺ ചെയ്യിക്കുന്നത്. അത്യാവശ്യം ബിൽഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താണ് ഇത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്നെ കൊണ്ട് സ്പോൺ ആക്കുന്നത്? അപ്പോൾ അടുത്തൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ RTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല സ്ഥലമാവണേ, ദൈവമേ കത്തോളണേ. ഓക്കെ, ഇത് അത്യാവശ്യം കിടിലം സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നമ്മളെ ബേസും കാര്യങ്ങളൊക്കെ ക്ലെയിം ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മസ്റ്റായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഏവനെങ്കിലും അടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും നമുക്ക് മരം കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 5ൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല. എന്തോ ഒരു ചെറിയ ലാഗൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ പുതിയൊരു ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ എന്തൊക്കെയോ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആവശ്യമുള്ള അത്ര മരവും കാര്യങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിച്ച് ആയിട്ട് ജീവിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള ടൂൾസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്റ്റോണൊക്കെ മൈൻ ചെയ്യാൻ പോയതായിരുന്നു. അപ്പോഴേക്കും രാത്രിയായി. അച്ചച്ചനും കൊച്ചച്ഛനെല്ലാം വരുന്നുണ്ട്. നമുക്കൊന്ന് മുകളിൽ നിൽക്കാം. എന്തായാലും നൈറ്റ് ആയതുകൊണ്ട് ആരും കിടന്നുറങ്ങുന്നില്ല. ഞാനിവിടെ താഴത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊടി പോലും കിട്ടത്തില്ല. എന്തായാലും ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ തൊടാനും പറ്റണില്ല, തേങ്ങ. അങ്ങനെ എല്ലാവരും ചത്തുപോയി. എന്തായാലും രാവിലെ ആകുന്നവരെ ഞാൻ ഇവിടെ നിന്നു. ഓക്കെ, എന്തായാലും നമുക്ക് താഴത്തിറങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഉണ്ടാക്കേണ്ടത് ഏതൊക്കെയാണ്? ഇപ്പം നമ്മളതിൽ സ്റ്റോണേ ഉള്ളതുകൊണ്ട് സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കാം. പിക്കാക്സ്. ഓക്കെ, സ്റ്റിക്ക് തീർന്നു പോയി. കുറച്ച് സ്റ്റിക്ക്. ഞാൻ എല്ലായിടത്തും സ്റ്റിക്ക് ഉണ്ടാക്കി. നല്ലതാ. അപ്പം എന്തായാലും സ്റ്റോൺ ആക്സ്, പിന്നെ സ്റ്റോണിൻ്റെ സോഡ്, പിന്നെന്താ വേണ്ട, ഷവല്. പിന്നെ ഗോൾഡൻ ഷവൽ വേണം തോന്നുന്നു ഇത് ക്ലെയിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നോക്കിയിട്ടില്ല ബൈ ദ ബൈ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടണം നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നമുക്ക് ക്ലെയിമൊക്കെ ചെയ്തിട്ട് കിടിലം ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു സെർവറിൽ കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ RTP ഫീച്ചേഴ്സ് ആണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള TP, അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ തന്നെ ടീമൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടീമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പരം. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ PvPയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും അലോഡുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ നെതറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് വന്ന് എല്ലാവരും ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മാക്സിമം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. എന്തായാലും നല്ല രീതിക്ക് നിങ്ങൾക്ക് റിച്ച് ആവാൻ വേണ്ടി പറ്റും. കണ്ണിൽ കാണുന്നതെല്ലാം എടുത്ത് വിറ്റിട്ട്.
അതുപോലെ തന്നെ ഇതിൽ ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പരൊക്കെ കളിക്കുക. അതുപോലെ നിങ്ങൾ യൂട്യൂബിലേക്ക് ഈ ഒരു സെർവറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ റോളും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. പക്ഷേ അതിന് കുറച്ച് റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡിസ്കോഡിലുണ്ട്. അപ്പോൾ VIP റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഡിസ്കോഡിൽ കയറി ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് RS ഒരു 5000 രൂപ തന്നിട്ടുണ്ട്. നമുക്കതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഗോൾഡൻ ഷവൽ വാങ്ങാം. എന്നിട്ട് നമുക്ക് RS പറഞ്ഞ പോലെ ബേസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ വല്ലവനും വന്ന് അടിച്ചുകൊണ്ട് പോകും. ഓക്കെ, ആ കാണുന്ന റൂയിൻഡ് പോർട്ടലല്ലേ? കറക്റ്റ് റൂയിൻഡ് പോർട്ടലിൻ്റെ അടുത്ത് തന്നെ നമ്മൾ RTP അടിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും RS ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ബാക്കിൽ നടക്കണുണ്ടാവും. എനിക്കറിയാം. വേണ്ട RS വേണ്ട. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ എവിടെയായിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാവണമല്ലോ. ഓക്കെ, ഇവിടെ ആരും വന്നിട്ടില്ല കേട്ടോ. ഇത് പുതിയ സംഭവമാണ്. എന്തായാലും സാധനം സെറ്റായി. നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആടിനൊന്നും കൊല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബെഡില്ല നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഉറങ്ങുന്നവരെ നമുക്ക് കാത്തിക്കണം. അതാണ് സീൻ. അപ്പോൾ ഗൈസ്, നമുക്ക് കുറേ നേരം തപ്പി തപ്പി ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ മര്യാദയ്ക്ക് ബേസ് കെട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ. ഇതൊരു ഇങ്ങനെ പൊന്തിയും താണും കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് പ്ലെയിൻസ് വേണം. പക്ഷേ നല്ല ബിൽഡൊക്കെ കെട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലവും ആവണം. അതുപോലത്തെ ഒരു ഏരിയയാണ് എനിക്ക് വേണ്ടത്. എന്തായാലും നമുക്ക് വീണ്ടും RTP അടിച്ച് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടി എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ചും കൂടി നല്ല സ്ഥലമാണാവോ? എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ അത്യാവശ്യം മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് അത്യാവശ്യം നല്ല സ്ഥലമാണ്. അപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് നമുക്കൊരു സാധനം വാങ്ങാം. ഈ ഇവിടെ എവിടെയാണ് ആ സാധനമൊക്കെ ഉണ്ടാവുക? ഗോൾഡിൻ്റെ സാധനം ടൂൾസ് അങ്ങനെ വാങ്ങാൻ പറ്റത്തില്ലല്ലേ? നമുക്ക് ഇങ്കട്ട് വാങ്ങേണ്ടി വരും. അതാണ് നല്ലത്. ഒരു ഇങ്കട്ട് പോരെ. ഒരു 2 ഇങ്കട്ട് അങ്ങ് വാങ്ങിയിട്ട് നമുക്കൊരു ഗോൾഡൻ ഷവൽ ഉണ്ടാക്കാം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് കുറച്ച് മരം വെട്ടണം നമുക്ക്. അപ്പോൾ നമ്മളെ കയ്യിലാണെങ്കിൽ RS തന്ന 5000 രൂപയാണുള്ളത്. അതങ്ങനെ തീർക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം. അതുകൊണ്ട് നമുക്ക് പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ആവശ്യമുള്ള സാധനം മാത്രം പൈസക്ക് വാങ്ങിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയനെ നമ്മളെ ബേസും കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടി എടുക്കാം. ആദ്യം തന്നെ ഒരു ഗോൾഡൻ ഷവൽ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെന്താ വേണ്ടത്? പിന്നെ നമുക്ക് കുറേ അധികം ടൂൾസൊക്കെ വേണം. എന്തായാലും നമുക്ക് ഫ്രീ ക്യാം ഇട്ടിട്ട് ഇതിൻ്റെ സ്ഥലം നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് RTP അടിച്ച് പോകേണ്ടി വരും മിക്കവാറും. ഈ സ്ഥലമൊന്നും കൊള്ളത്തില്ല. ഓക്കെ, ഇത് അവിടെ ഈ സ്ഥലം കൊള്ളാട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും അവിടെ പോവാം. അപ്പം നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട സ്ഥലത്തേക്ക് ഞാനിങ്ങനെ നടന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു സ്ഥലമാണ്. അത്യാവശ്യം പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ നല്ല രസവും ഉണ്ട് കാണാൻ. ഓക്കെ, വില്ലേജ് അല്ലേ കാണുന്നത്? ഇവിടെ ഓൾറെഡി ആരെങ്കിലും വന്നിട്ടുണ്ടാണാവോ? എന്തായാലും വില്ലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ക്ലെയിം ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എത്രത്തോളം ഏരിയ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, 2492 ബ്ലോക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഇതിൽ കളിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലെയിം ബ്ലോക്കും കൂടി കൂടുന്നതായിരിക്കും. നിങ്ങൾ എത്രത്തോളം ഇതിൽ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടോ അത്രത്തോളം ക്ലെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് അടുത്ത സാധനം വെക്കാം. ഇതെങ്ങനെ ഇത്? ഓക്കെ, ഇപ്പോൾ ക്ലെയിം ആയോ? നോക്കട്ടെ എത്ര ഏരിയ ക്ലെയിം ആയി കിട്ടി. നമുക്കിത് ഇത്രത്തോളം ഏരിയ ക്ലെയിം ആയി കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കൂട്ടാം. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കിടിലം ബേസും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്റ്റായിട്ട് ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.